നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഡിഗ്രി പ്രിലിംസ് 2024 പരീക്ഷയ്ക്ക് ചോദിച്ച ഭരണഘടനാ വിഭാഗം ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ കോഴ്സുകളെല്ലാം റണ്ണിംഗ് ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം. ഹോളി ഓഫർ ഉണ്ട് ഇന്ന്. അപ്പോൾ 10% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? പൗരത്വമാണ്. പൗരത്വം. അപ്പോൾ 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകൾ ഏതൊക്കെ? തെരഞ്ഞെടുപ്പ്, ഹ്രസ്വ തലക്കെട്ട്, പൗരത്വം, താൽക്കാലിക പാർലമെന്റ്, താൽക്കാലികവും പരിവർത്തവുമായ വ്യവസ്ഥകൾ. ഇപ്പൊ പൗരത്വം, താൽക്കാലിക പാർലമെന്റ്, ഹ്രസ്വ തലക്കെട്ട്, തെരഞ്ഞെടുപ്പ്, താൽക്കാലികവും പരിവർത്തവുമായ വ്യവസ്ഥകൾ എന്നിവയാണ് 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകൾ. ഇനി ഭരണഘടനയുടെ മറ്റ് വ്യവസ്ഥകൾ നിലവിൽ വന്നത് എന്നാ? 1950 ജനുവരി 26-നാണ്. ഭരണഘടനയിലെ മറ്റ് വ്യവസ്ഥകൾ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-നാണെന്ന് ഓർക്കുക. അപ്പോൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാ? ഭാഗം 2. ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന പൗരത്വം ഏക പൗരത്വമാണോ അതോ ദ്വിപൗരത്വമാണോ? ഏക പൗരത്വമാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ എവിടം മുതൽ എവിടം വരെ? 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇന്നും നാളെയും ഹോളി പ്രമാണിച്ച് 10% ഓഫ് എല്ലാ കോഴ്സുകൾക്കും ഉണ്ടായിരിക്കുകയെ ഓൾറെഡി വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ കോഴ്സുകളും കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 2 ദിവസം നിങ്ങൾക്ക് ഹോളി ഓഫർ കൂടെ കിട്ടും. അപ്പോൾ വളരെ നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിൽ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുവേ. അപ്പോൾ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള കോഴ്സുകൾ സെക്രട്ടേറിയറ്റ് OA മെയിൻസ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി LGS, അതുപോലെ ബെഫ്കോ LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു പോകാൻ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. അങ്ങനെ നിരവധി ബാച്ച് കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ ബാച്ച് കോഴ്സിനും ഇപ്പോൾ 10% ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നാളെ രാത്രി വരെ മാത്രമേ ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. ഇത്രയും വേഗം കോഴ്സ് എടുക്കുന്നവർ വേഗം തന്നെ എടുത്തോളാം. നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫുൾ സിലബസ് കവറേജ് ആണ്. പുതിയ SCRT, പഴയ SCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം, ഹർഷിതം സ്പെഷ്യൽ, ഷോർട്ട് GK എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ കോഴ്സുകൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോഴ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് തന്നെ ഡയറക്റ്റ്ലി ആപ്പിൽ ചോദിക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എത്രയും വേഗം തന്നെ എടുത്തോളാം. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, വിശ്വസിച്ചങ്ങ് പഠിച്ചോളാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം ഏത്? 1946-ലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1946 ഡിസംബർ മാസം 9. 1946 ഡിസംബർ മാസം 9-നാണ് ആദ്യ സമ്മേളനം നടന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ മാസം 26. ഈ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന 1950 ജനുവരി മാസം 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇനി ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ? 395 അനുച്ഛേദങ്ങൾ. എത്ര പട്ടിക? 8 പട്ടിക. എത്ര ഭാഗങ്ങൾ? 22 ഭാഗങ്ങൾ. നിലവിലോ 470ഓളം അനുച്ഛേദങ്ങളുണ്ട്.
12 പട്ടികയും 25 ഭാഗങ്ങളുമാണ് ഉള്ളതെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം ആർട്ടിക്കിൾ 14 ആണ്. എന്താണ് ഈ ആർട്ടിക്കിൾ 14? നിയമത്തിനു മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 14. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ തുല്യത. ആർട്ടിക്കിൾ 15 എന്താണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17. ഇനി ആർട്ടിക്കിൾ 18 എന്താണ്? പദവി നാമങ്ങൾ എന്നിവ നിർത്തലാക്കുന്നു. സൈനികം, അക്കാദമിക് ഒഴികെയുള്ള പദവി നാമങ്ങളാണ്. അനുച്ഛേദം 19 എന്നാണ് വളരെ പ്രധാനപ്പെട്ടത്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 1 എ എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 1 ബി ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള അവകാശം. 19 1 സി സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19 1 ഡി എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യം. 19 1 ഇ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19 1 ജി മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലിക അവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരം തുല്യതയ്ക്കുള്ള അവകാശത്തിലാണ്. തുല്യതയ്ക്കുള്ള അവകാശം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ഇന്ത്യയിൽ രണ്ടാമത്തതാണ് 1971. ആർട്ടിക്കിൾ 352 പ്രകാരം 1971 ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത്. അടിയന്തരാവസ്ഥ, എമർജൻസിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ്. അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം എത്രാമത്തേതാ? ഭാഗം 18. ഭരണഘടനയിൽ എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 3 തരം. ഏതൊക്കെ? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ ഏതാ? 352. സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ ഏതാ? 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ ഏതാണ്? 360 ആണ്. 360. അപ്പൊ ആദ്യത്തെ അടിയന്തരാവസ്ഥ 1962 പ്രഖ്യാപിച്ചത്. 1962. ആ സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. 1962 ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആ സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇനി ആ സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? VK കൃഷ്ണമേനോൻ ആയിരുന്നേ. VK കൃഷ്ണമേനോൻ. ഈ ഒന്നാമത്തെ അടിയന്തരാവസ്ഥ റദ്ദാക്കിയതാരാ? ഡോക്ടർ സക്കീർ ഹുസൈൻ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്, അതാണ് ചോദ്യം, 1971 ഡിസംബർ 3 VV ഗിരിയാണ്. അന്നത്തെ രാഷ്ട്രപതി ആരായിരുന്നു? VV ഗിരി. 1971 ആയിരുന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ആ സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ജഗ്ജീവൻ റാം. ഈ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ റദ്ദാക്കിയത് ആരാണ്? BD ജെട്ടി ആണ് റദ്ദാക്കിയത്. എന്തായിരുന്നു കാരണം? 1971 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ഇനി മൂന്നാമത്തത് പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ഡി ആണ്. 1975 ജൂൺ മാസം 25 ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആ സമയത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് തന്നെയായിരുന്നു? ഇന്ദിരാഗാന്ധി. ആ സമയത്തെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് സ്വരൺ സിംഗ് ആണ്, സർദാർ സ്വരൺ സിംഗ്. റദ്ദാക്കിയത് BD ജെട്ടി. അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥ റദ്ദാക്കിയ
രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ BD ജെട്ടി ആണ്. BD ജെട്ടി. ഇനി 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ എന്തായിരുന്നു കാരണം? ആഭ്യന്തര കലാപമായിരുന്നേ. ആഭ്യന്തര കലാപം. ഇനി 1978 44-ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടല്ലോ. ഈ ഭരണഘടനാ ഭേദഗതിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി. അപ്പൊ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റാൻ കാരണമായ ഭേദഗതി ഏതാണ്? 1978 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. പിന്നെ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ 2 സഭകളും ഇത് അംഗീകരിക്കണം. 1 മാസത്തിനുള്ളിൽ. ഓക്കെ, അപ്പൊ ഈ 1 മാസമായിട്ട് കുറച്ചതും 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതിന് മുന്നേ അത് 2 മാസമായിരുന്നു. 2 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ 2 സഭകളും അംഗീകരിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? 1 മാസമായിട്ട് കുറച്ചു. ഇനി അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് കടമെടുത്തത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുമെന്ന ആശയം ഇന്ത്യ എവിടെ നിന്ന് കടമെടുത്തു എന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തത്. അപ്പോൾ ആ 2 ചോദ്യങ്ങളും ഒന്ന് ഓർക്കുക. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുമെന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്ന്? ജർമ്മനിയിൽ നിന്നുമാണ്. ജർമ്മനി. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിരുന്ന ദേശീയ അടിയന്തരാവസ്ഥ എത്രാമത്തേതായിരുന്നു? 1 ആയിരുന്നോ 2 ആയിരുന്നോ 3 ആയിരുന്നോ? 2ാമത്തെ അടിയന്തരാവസ്ഥയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത് പൊതുസുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ആണ്. പൊതുസുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. അപ്പോ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം 3ആയിട്ട്, കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, അതുപോലെ സംയുക്ത ലിസ്റ്റ്. പിന്നെ ഇതിലൊന്നും പെടാത്തത് അവശിഷ്ട അധികാരത്തിലും പരാമർശിക്കുന്നു. 3 ലിസ്റ്റിലും പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങൾ അവശിഷ്ട അധികാരത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് സൈബർ നിയമം. ഇന്ത്യയിലെ അവശിഷ്ട അധികാരം, റെസിഡുവൽ പവർ, ഈ നിയമം, അവശിഷ്ട അധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാ? അനുച്ഛേദം 246. അനുച്ഛേദം 246. പട്ടിക ഏതാണ്? 7ാം പട്ടിക. അപ്പൊ 7 തിരിച്ചിട്ട L എന്ന് വായിക്കാമല്ലോ. അപ്പോൾ ലിസ്റ്റ് 7ാം പട്ടികയാണെന്ന് എളുപ്പത്തിൽ കിട്ടത്തില്ലേ? ഓക്കെ, അപ്പൊ ഭരണഘടനയിൽ 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 246. പട്ടിക ഏതാണ്? 7ാം പട്ടികയാണ്. ഇനി അവശിഷ്ട അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 248 ആണ്. 248. 246 ലിസ്റ്റുകളെ കുറിച്ചും 248 അവശിഷ്ട അധികാരങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഓർക്കുക. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ? കൺകറന്റ് ലിസ്റ്റിന്റെ മലയാളം സംയുക്ത ലിസ്റ്റ് ആണ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെ? പ്രതിരോധം, വിദേശകാര്യം, ബാങ്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, തുറമുഖങ്ങൾ, നാണയ വ്യവസ്ഥ, ആണവോർജം, യുദ്ധവും സമാധാനവും എന്നിവ കേന്ദ്ര ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന ലിസ്റ്റ് പോലീസ്, ജയില്, മദ്യം, വാണിജ്യവും വ്യാപാരവും, കൃഷി, പൊതുജനാരോഗ്യം മുതലായവ സംസ്ഥാന ലിസ്റ്റ്. സംയുക്ത ലിസ്റ്റിലെ വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, ഓർത്തോണേ മായം ചേർക്കൽ ചോദിച്ചിട്ടുണ്ട്, കൺകറന്റ് ലിസ്റ്റ് ആണ്. ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും അതുപോലെ തൊഴിലാളി സംഘടനകൾ, ഇവയൊക്കെ സംയുക്ത ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ് ആണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം ഭരണഘടനയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇപ്പോൾ ഹോളി ഓഫർ അവൈലബിൾ ആണ്. ഈ ഓഫറിൽ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓൾറെഡി നല്ല ഡിസ്കൗണ്ടിൽ തന്നെയാണ് കോഴ്സുകളെല്ലാം പോകുന്നത്. ഇപ്പോൾ അതിന്മേൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കൂടി വേറെയും കിട്ടും. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാവേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.